നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആൻറ്റിൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റൈസിങ് എന്നുള്ള പോമിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഈ ചാപ്റ്ററിൻ്റെ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ആക്ടിവിറ്റീസിൻ്റെ സെഷനിലോട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വാട്ട് ഫിൽസ് എ സ്പീക്കർ വിത്ത് വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ്. എന്താണ് നമ്മുടെ സ്പീക്കറിനെ ഭയങ്കര വണ്ടറും അമേസ്മെൻ്റ് ഒക്കെ ഫീൽ ചെയ്യിക്കാനുള്ള കാരണങ്ങൾ. നമ്മൾ ഓൾറെഡി അതിനകത്ത് ചാപ്റ്ററിനകത്ത് നമ്മുടെ സ്പീക്കറിനെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ അമേസ്ഡ് ആക്കുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച്, പ്രകൃതിയിലെ കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? ഇതിൽ ഓൾറെഡി എല്ലാം ഭയങ്കര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളത്. അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ കാണുമ്പോഴാണ് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം തോന്നുന്നത്? അപ്പോൾ ഒരെണ്ണം അവർ ഓൾറെഡി തന്നിട്ടുണ്ട്, ദ സ്കൈ ഫുൾ ഓഫ് ദ സൺ ആൻഡ് ദ സ്റ്റാർസ്. ആകാശം മുഴുവൻ സണ്ണും സ്റ്റാർസും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണുന്നതിൽ അദ്ദേഹത്തിന് ഭയങ്കര വണ്ടർ ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കര അത്ഭുതം ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ കുറച്ച് ലൈൻസ് നമുക്ക് അന്ന് ചൂസ് ചെയ്തെടുക്കാവുന്നതാണ്. ദ യൂണിവേഴ്സ് ഇസ് ഫുൾ ഓഫ് ലൈഫ്. പ്രപഞ്ചം മുഴുവൻ ജീവനുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു, അതുകൊണ്ട് ഞാൻ സിങ് ചെയ്യുന്നു എന്നൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ എന്താണ്, ഇറ്റേണിറ്റി ഇസ് റഷിങ് ടൈഡ്. ഇറ്റേണിറ്റിയുടെ റഷിങ് ടൈഡ്, ആ ഒരു ടൈഡ് ഇങ്ങനെ റഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു പോയിന്റ് അതിനകത്ത് പറയുന്നുണ്ട്. ഫീറ്റ് ടച്ച് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്. ഇങ്ങനെ നടക്കുന്ന സമയത്ത് കാലിലിങ്ങനെ പുല്ലിൻ്റെ ബ്ലേഡ്സ് ടച്ച് ചെയ്യുന്നത് ഭയങ്കര സന്തോഷമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് നമ്മൾ ഓരോ ലൈനും ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ടാണ് കേട്ടോ. ഫ്ലവേഴ്സ് ഫ്രേഗ്രൻസ്, അതേപോലെ തന്നെ പൂക്കളുടെയൊക്കെ ആ ഒരു സുഗന്ധവും അദ്ദേഹത്തിന് ഭയങ്കര വണ്ടർ ഫീൽ ചെയ്യിക്കുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് ലുക്ക് അറ്റ് ദ വേർഡ്സ് ടേക്കൺ ഫ്രം ദ പോം, പുട്ട് ദം ഇൻ പ്രോപ്പർ പെയർസ്. ജോഡി ആക്കി എഴുതാൻ വേണ്ടിയിട്ടാണ്. ലെഫ്റ്റിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, റൈറ്റിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സിന് ഇവിടെ റൈറ്റ് സൈഡിൽ ഏതാണ് വരുന്നത്? ഫ്ലവേഴ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു ഫ്രേഗ്രൻസ് ആണ്. പൂവെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, സുഗന്ധമാണ് നമുക്കവിടെ മാച്ച് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഗ്രാസ്, അത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ബ്ലേഡ്സ്, ഗ്രാസിൻ്റെ ബ്ലേഡുകളെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ മൈൻഡ്, അതിനവിടെ ഓൾറെഡി നമ്മുടെ ചാപ്റ്ററിൽ പറഞ്ഞ മാഡൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വെയിൻസിൽ പറഞ്ഞ പോലെ റേസിംഗ് എന്നൊരു വേർഡ് നമ്മുടെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പിന്നെ സ്വേഡ് എന്ന് പറയുന്നത് വേൾഡ്. ഇങ്ങനെ ഇത് നമുക്ക് ആ ലൈൻസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കണക്ട് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് ലെറ്റ് us revisit the first answer. നമ്മുടെ ഫസ്റ്റ് ആൻസർ നമുക്ക് വീണ്ടും കാണിച്ചു തന്നിരിക്കുകയാണ്. ദ സ്കൈ ഇസ് ഫുൾ ഓഫ് ദ സൺ ആൻഡ് ദ സ്റ്റാർസ്, ദ യൂണിവേഴ്സ് ഇസ് ഫുൾ ഓഫ് ലൈഫ്. Among all this, I have found a place, and in wonder and amazement I sing. In the first line, the initial sound S in sky is repeated in sun and stars also. This repetition is called alliteration. അതായത് ഈ ഒരു ഫോം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലൈനിൽ സ്കൈ, അതേപോലെ തന്നെ സ്റ്റാർസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അതേപോലെ സൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേർഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ മൂന്ന് വാക്കിലും സ്കൈയിലും സണ്ണിലും സ്റ്റാർസിലും എന്ത് വരുന്നുണ്ട്, ഫസ്റ്റ് വരുന്ന സൗണ്ട് എന്ന് പറയുന്നത് സ് എന്നുള്ള സൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എസ് എന്നുള്ളൊരു സൗണ്ടാണ് അവിടെ ഫസ്റ്റ് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരേ ലൈനിൽ തന്നെ, ഒരു കവിതയുടെ ഒരേ ലൈനിൽ തന്നെ പല പല വാക്കുകളിലായിട്ട് തുടക്കം കുറിക്കുന്ന ശബ്ദങ്ങൾ സെയിം ആയിരിക്കുന്ന അവസ്ഥേനെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. അവിടെ ഒരു യെല്ലോ കോളത്തിൽ പറയുന്നുണ്ട്, ദ റെപ്പിറ്റേഷൻ ഓഫ് ഇനീഷ്യൽ കൺസണന്റ് സൗണ്ട്സ് ഓഫ് എ വേർഡ് ഇൻ ദ സെന്റൻസ് ലൈൻ ഓഫ് എ പോം ഇസ് കോൾഡ് അലിട്രേഷൻ. അലിട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെപ്പിറ്റേഷൻ ഓഫ് ഇനീഷ്യൽ കൺസണന്റ് സൗണ്ട്, വേർഡ്സിൻ്റെ ആദ്യത്തെ കൺസണന്റ് സൗണ്ട്സ് സെയിം ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ഒരേ ലൈനിൽ വരുന്നതിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്കൈ, സൺ, സ്റ്റാർസ് എന്ന് പറയുന്ന പോലെ വേറെ ഏതൊക്കെ വേർഡ്സ് ആണ് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ജസ്റ്റ് നിങ്ങൾ പോം തന്നെ നോക്കി നോക്കാൻ നിങ്ങൾക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൈൽ വാക്കിംഗ് ഇൻ ദ വുഡ് ലാൻഡ്, അവിടെ ഏത് സൗണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്? വ് അല്ലെങ്കിൽ ഡബ്ല്യു എന്നുള്ള ലെറ്റർ അല്ലെങ്കിൽ വ് എന്നുള്ള സൗണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. പിന്നെ എന്താ, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രേഗ്രൻസ്, അവിടെ എന്താണ് ഫ് അല്ലെങ്കിൽ എഫ് എന്നുള്ള ലെറ്ററാണ് അവിടെ വരുന്നത്. പിന്നെ മാഡ് ആൻഡ് മൈ മൈൻഡ്, അവിടെ എന്താണ് എം ആണ് വരുന്നത് അല്ലെങ്കിൽ എന്നുള്ള സൗണ്ടാണ് വരുന്നത്. പിന്നെ ഗിഫ്റ്റ്സ് ഓഫ് ഗ്ലാഡ്നെസ് എന്ന് പറഞ്ഞാൽ അവിടെ ജി അല്ലെങ്കിൽ ഗ എന്നുള്ള സൗണ്ടാണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആ ഫസ്റ്റ് വരുന്ന ലെറ്റേഴ്സ് അല്ലെങ്കിൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കൺസണന്റ് സൗണ്ട് ആയിരിക്കാൻ വേണം കേട്ടോ, വോവൽ സൗണ്ട് അല്ല, കൺസണന്റ് സൗണ്ട്സ് ആയിരിക്കാൻ വേണം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് പഠിച്ചു വയ്ക്കാം. ഇത്രയാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന ആക്ടിവിറ്റീസ് ഉള്ളൂ. കൂടുതൽ വീഡിയോസിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ഡിസ്കഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്